ഹായ് നമസ്കാരം. ഇപ്പോൾ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നൊരു വീഡിയോ എന്ന് പറയുന്നത് എങ്ങനെയാണ് UK-യിൽ ഒരു ന്യൂ ബോൺ ബേബി ഉണ്ടായിട്ട് അതിന് ശേഷം ഉണ്ടാകുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് ഇവിടെ പറയാൻ പോകുന്നത്. അതായത് സ്കാനിങ് മുതൽ ഡെലിവറി, അതിനുശേഷം 3 മാസം വരെയുള്ള എക്സ്പെൻസ്, ഇതെല്ലാം നാടുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഇവിടെ അടിപൊളിയാണോ മോശമാണോ എന്നെല്ലാ കാര്യങ്ങളെക്കുറിച്ചാണ് ഇവിടെ പറയാൻ പോകുന്നത്. ഓക്കെ, സോ സ്റ്റാർട്ടിങ് വിത്ത് സ്കാനിങ്. നമ്മളിവിടെ പ്രഗ്നൻ്റ് ആണെന്ന് അറിയുന്നത് കിറ്റ് ഉപയോഗിച്ചിട്ടാണ് ഭൂരിഭാഗം പേരും പ്രഗ്നൻ്റ് ആണെന്നുള്ളത് മനസ്സിലാക്കുന്നത്. അപ്പം അത് അറിഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന GPയിൽ പോയി ഇൻഫോം ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. GPയിൽ ഇൻഫോം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ അവിടെ നിന്ന് നമുക്കൊരു ലിങ്ക് തരും. ആ ലിങ്കിൽ കയറി നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം ചെയ്ത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ നമ്മളോട് ചോദിക്കും നിങ്ങൾക്ക് ഏത് ഹോസ്പിറ്റലാണ് വേണ്ടതെന്ന് ചോദിക്കും. നമ്മുടെ കൗണ്ടിയുടെ കീഴിലുള്ള 1-2 ഹോസ്പിറ്റൽ അവർ പറയും അടുത്തുള്ള. അപ്പം അതിലേത് ഹോസ്പിറ്റലാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചൂസ് ചെയ്യാം. അങ്ങനെ ഹോസ്പിറ്റൽ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഹോസ്പിറ്റലിലെ മിഡ് വൈഫിലേക്ക് ഇവർ ഈ GPക്കാർ ഇൻഫോം ചെയ്യുവാണ് ചെയ്യുന്നത്. നമ്മുടെ ഡീറ്റെയിൽസ് അവർക്ക് ഫോർവേഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം അവർ തരുന്ന ലിങ്കിൽ കയറി നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം അടിച്ചു കൊടുത്ത് സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി ആ ഹോസ്പിറ്റലിലെ നമുക്ക് വേണ്ടി അലോക്കേറ്റ് ചെയ്തിരിക്കുന്ന മിഡ് വൈഫിലേക്ക് ട്രാൻസ്ഫർ ആവും. ഡീറ്റെയിൽസ് എല്ലാം ട്രാൻസ്ഫർ ആവും. എന്നിട്ട് ഈ മിഡ് വൈഫാണ് നമ്മളെ പിന്നീട് കോൺടാക്ട് ചെയ്യുന്നത്. അങ്ങനെ കോൺടാക്ട് ചെയ്യുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 3 മാസം ആകുമ്പോഴാണ് കോൺടാക്ട് ചെയ്യുന്നത്. കാരണം NHSൽ ഫസ്റ്റ് സ്കാനിങ് വരുന്നത് 12 വീക്സ് കംപ്ലീറ്റ് ആകണം. അതുവരെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേറെ ഒന്നും ചെയ്യാനില്ല. നമ്മൾ അറിഞ്ഞു, GP ചെന്ന് ഇൻഫോം ചെയ്തു, അവരത് അവിടെ നിന്ന് മിഡ് വൈഫിനെ അറിയിക്കുന്നു. മിഡ് വൈഫ് 12 വീക്സ് പൂർത്തിയാകുമ്പം നമുക്ക് ഫസ്റ്റ് കോള് വരും. മിഡ് വൈഫിൻ്റെ അപ്പോയിൻമെൻറ്റിന് വേണ്ടിയിട്ട് ഡേറ്റ് പറഞ്ഞുകൊണ്ട് ഫസ്റ്റ് കോള് വരും. അങ്ങനെയാണ് ആദ്യത്തെ പ്രോസസ്സ് എന്ന് പറയുന്നത്. ഫസ്റ്റത്തെ അതാണ്. അപ്പോൾ ഇവിടെ GP എന്ന് പറയുന്നത് തന്നെ നാട്ടിലെ പോലെ ഉള്ളൊരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രമാണ്. ചിലപ്പോൾ ഇന്ത്യയിലുള്ളവർക്ക് അത് അറിയാൻ ചാൻസ് ഉണ്ടാവില്ല. അപ്പോൾ ഇവിടെയുള്ളതെല്ലാം പേപ്പർലെസ് ആണ്. നമ്മളുടെ അടുത്ത് ഒരു പേപ്പർ തന്നിട്ട് ഇന്നടുത്ത് പോയി കാണണം, ഇന്നടുത്ത് പോയി ഗുളിക മേടിക്കണം, ഇങ്ങനെയുള്ള സിസ്റ്റം, അല്ലെങ്കിൽ ഇന്നടുത്ത് പോയി സ്കാൻ ചെയ്യണം, ഇങ്ങനെയൊന്നും അല്ല ഇവിടെ ചെയ്യുന്നത്. ഇവിടെ എല്ലാം ഓൺലൈൻ വഴി അവരുടെ കമ്പ്യൂട്ടർ തമ്മിൽ ബന്ധിപ്പിച്ചിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ പേപ്പർലെസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ എല്ലാം ചെയ്യുന്നത്. അതേപോലെ തന്നെ ഇവിടെ പറഞ്ഞു 3 മാസത്തെ സ്കാനിങ് എന്ന് പറഞ്ഞു. ഒരിക്കലും അങ്ങനെ നമ്മൾ വിലയിരുത്താൻ പറ്റത്തില്ല. നമുക്ക് പ്രൈവറ്റ് സ്കാനിങ് നമ്മളുടെ നാട്ടിലെ പോലെ തന്നെ മുമ്പ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഇപ്പം അതിന് നമുക്ക് പൈസ കൊടുക്കണം. ഈ 3 മാസത്തിന് ശേഷം ഉള്ള സ്കാനിങ് എന്ന് പറയുന്നത് ഫ്രീ ആയിട്ടുള്ള സ്കാനിങ് ആണ്. അതിപ്പം നാട്ടിൽ അങ്ങനൊരു സംഭവം ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. നാട്ടിൽ നമ്മളെല്ലാം പ്രൈവറ്റ് ആയിട്ടാണ് സ്കാൻ ചെയ്യുന്നത്. ഇപ്പം നമുക്ക് ഈ പറയുന്ന പോലെ 1.5 മാസത്തിൽ നമ്മളുടെ സ്കാനിങ് റിപ്പോർട്ട് അറിയണമെങ്കിൽ നമുക്ക് പൈസ കൊടുത്ത് വേറെ സ്കാൻ ചെയ്യാം, പ്രൈവറ്റ് ആയിട്ട് ചെയ്യാം. വയബിലിറ്റി ടെസ്റ്റ് എന്ന് പറയുന്ന ഒരു ടെസ്റ്റാണ്. 80 പൗണ്ടായിരുന്നു എൻ്റെ ടൈമിൽ. 80 പൗണ്ടായിരുന്നു അതിനായിരുന്നത്. അപ്പോൾ അതിൽ നമുക്ക് കുട്ടിയുടെ ഹാർട്ട് ബീറ്റ് യൂട്രസിൻ്റെ അകത്താണോ ആയിരിക്കുന്നത്, അങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ അത് എടുക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിർബന്ധമൊന്നുമില്ല. വേണ്ടവർക്ക് എടുക്കാം, വേണ്ടാത്തവർക്ക് എടുക്കേണ്ട കാര്യമില്ല. NHSന്റെ നോർമൽ 3 മന്ത്സിൽ സ്കാനിങ് ചെയ്താലും മതി. പക്ഷെ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പ്രയോജനം എന്ന് വെച്ചാൽ നമുക്ക് എന്തെങ്കിലും ഒരു കുഴപ്പമോ ബുദ്ധിമുട്ടോ ഉണ്ടെന്നുണ്ടെങ്കിൽ മറ്റേപ്പാടാണെങ്കിൽ നമ്മൾ 3 മാസം ആകുമ്പോഴേ അറിയത്തുള്ളൂ. ഇത് പ്രൈവറ്റ് ആയിട്ട് നമ്മൾ ആദ്യം ഒന്ന് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അത് നേരത്തെ അവർ പറയുകയും നമുക്ക് ഡോക്ടറെ കൺസൾട്ട് ചെയ്യാനുള്ള ഒരു അവസരം കിട്ടുകയും ചെയ്യും. അപ്പം അതുകൊണ്ട് അത് നല്ലൊരു കാര്യമായിരിക്കും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ അതേപോലെ ഇവിടുത്തെ വേറൊരു ഗുണമെന്ന് പറഞ്ഞാൽ നാട്ടിൽ നമുക്ക് 5 മാസം കഴിയുമ്പോൾ അല്ലെങ്കിൽ 6 മാസം കഴിയുമ്പോൾ ജെൻഡർ അവർ പറയില്ല. ജെൻഡർ ചോദിക്കുന്നത് ഒരു ക്രൈം ആണെന്ന് നാട്ടിലെ സ്കാനിങ് സെന്ററിൽ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെ അതേ കണക്കല്ല. നമ്മൾക്ക് ജെൻഡർ അറിയണമെന്ന് ചോദിക്കും നമ്മളുടെ അടുത്ത്. അപ്പോൾ നമുക്ക് താല്പര്യമുണ്ടെങ്കിൽ നമുക്കറിയാം. അല്ല, ഇനി നമ്മൾ ജെൻഡർ റിവീലിംഗ് സെറിമണി നടത്താൻ പ്രോഗ്രാം വല്ലതും ഉണ്ടെങ്കിൽ അവർ ജെൻഡർ ടൈപ്പ് ചെയ്തിട്ട് ഒരു പേപ്പറിലാക്കി ഒരു എൻവലപ്പിലാക്കിയിട്ട് നമുക്ക് തരും. അത് നമ്മളുടെ ജെൻഡർ റിവീലിങ്ങിന് ആരെയാണോ ഏൽപ്പിക്കുന്നത് അവരുടെ കയ്യിൽ നമുക്ക് കൊടുക്കാം. എന്നിട്ട് നമുക്ക് സർപ്രൈസ് ആയിട്ടുള്ള ജെൻഡർ റിവീൽ ചെയ്യാനുള്ള അവസരവും ഇവിടെ ഉണ്ട്. സ്കാനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും 3 മന്ത്സ് സ്കാനിങ്, പിന്നെ അത് കഴിഞ്ഞാൽ 5th മന്തിലൊരു സ്കാനിങ്, 7th മന്തിലൊരു സ്കാനിങ്. നോർമലി ഇത്രയും 3 സ്കാനിങ് മെയിൻ ആയിട്ടുള്ളൂ. അൾട്രാസൗണ്ട് സ്കാനിങ് 3 എണ്ണമാണ് മെയിൻ ആയിട്ടുള്ളത്. പിന്നെ അതിൽ കൂടുതൽ സ്കാനിങ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവസാന ടൈമിൽ 7 മന്ത് കഴിയുമ്പോഴത്തേന് ചിലവർക്ക് ഡയബറ്റിക് ആയിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ഉണ്ട്, എന്തെങ്കിലും അബ്നോർമാലിറ്റീസ് ഉണ്ട്, അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ അതിൽ കൂടുതൽ സ്കാനിങ് അവർ ഇടത്തുള്ളൂ. 7 മന്ത് കഴിഞ്ഞ് 8 മന്തിലും 2 ആഴ്ച കൂടുമ്പോഴൊക്കെ അവർ സ്കാനിങ് ഇടും. അത് ഡിപ്പെൻസ് ആണ്. ആൾക്കാർക്ക് എന്തെങ്കിലും കൊച്ചിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അബ്നോർമാലിറ്റി കാണിക്കുന്നുണ്ടെങ്കിൽ അവരത് സ്കാനിങ് കൂടുതൽ പറയും. അത്രയാണ് സ്കാനിങ് ഉള്ളത്.
അടുത്തതായി ഉള്ളത് ബേബി തിങ്സ് എന്ന് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് നമ്മൾ പ്രഗ്നൻസിക്ക് പോകുന്നതിന് മുമ്പേ ഒരു ബാഗ് പാക്ക് ചെയ്തിട്ടാണ് പോകേണ്ടത്. അതായത് ഡെലിവറി അല്ലെങ്കിൽ സി സെക്ഷൻ ആണെങ്കിൽ ആ സമയത്ത് നമ്മൾ ഒരു ബാഗ് പറയുന്ന കണക്ക് അവരെ മിഡ് വൈഫിനെ ഏൽപ്പിക്കേണ്ടിയിരിക്കുന്നു. അതായത് ആ ബാഗിൽ കുറച്ച് സാധനങ്ങളുണ്ട്. അത് ഇവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ഈവൻ കൊച്ചിനെ കൊണ്ടുവരാനായിട്ട് കൈ തൂക്കി പിടിക്കുന്ന ടൈപ്പ് ഒരു കൊട്ടയുണ്ട്. ഞാൻ മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ആ വീഡിയോയിൽ ആ കൊട്ടയിൽ ഇവനെ വെച്ചിട്ടാണ് തൂക്കി പിടിച്ചുകൊണ്ട് ഡയറക്റ്റ് കാർ സീറ്റിലോട്ട് കൊണ്ടുവെക്കുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. അതെന്തൊക്കെയാണെന്നാണ് അടുത്തത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. പറയാം. ബേബിയുടെ സാധനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോസ്പിറ്റൽ ബാഗിലേക്ക് അത്യാവശ്യം ഇവന് വേണ്ടുന്ന ഡ്രസ്സുകൾ, ഇവരെ പൊതിഞ്ഞെടുക്കാനുള്ള ബ്ലാങ്കറ്റ്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ മസ്റ്റായിട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കണം. പിന്നെ എന്തെങ്കിലും നമുക്ക് കൊച്ചിന് യൂസ് ചെയ്യേണ്ട ഡയപ്പർ, മദറിന് യൂസ് ചെയ്യേണ്ട ഡയപ്പർ. ഇപ്പോൾ സി സെക്ഷൻ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ബ്ലീഡിങ്ങും കാര്യങ്ങളും ഉണ്ടാകും. അപ്പോൾ മദറിനും കുട്ടിക്കും യൂസ് ചെയ്യാനുള്ള ഡയപ്പേഴ്സ് എടുത്തു വെക്കണം. ക്രീമുകൾ എന്തെങ്കിലും അത്യാവശ്യമുള്ളത് അത് എടുത്തു വെക്കണം. അങ്ങനെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം കൂടെ കൂടിയിട്ട് ഒരു ഹോസ്പിറ്റൽ ബാഗ് തയ്യാറാക്കണം. നാട്ടിൽ അങ്ങനെ ഇപ്പോൾ എനിക്ക് ഉണ്ടോയെന്ന് എനിക്ക് അറിയില്ല. പണ്ട് കുട്ടികൾ ജനിക്കുന്നതിന് മുമ്പ് അവർക്ക് വേണ്ട സാധനങ്ങളൊന്നും മേടിച്ച് വെക്കില്ലായിരുന്നു പണ്ട്. പക്ഷെ ഇവിടെ അങ്ങനെ അല്ല. കുട്ടിയെ ജനിക്കുന്നതിന് മുമ്പ് തന്നെ അവന് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും റെഡിയാക്കി നമ്മൾ ഹോസ്പിറ്റൽ ബാഗോട് കൂടിയിട്ടാണ് ഹോസ്പിറ്റലിലേക്ക് പോകുന്നത്. മസ്റ്റായിട്ട് വേണ്ട ഒരു കാര്യമാണ് ബേബി കാരിയർ എന്ന് പറയുന്ന സാധനം. വണ്ടിയിൽ കുട്ടീനെ കൊണ്ടുവരുമ്പോൾ, തിരിച്ച് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയി വീട്ടിലേക്ക് കൊണ്ടുവരുമ്പോൾ കാർ സീറ്റ് മസ്റ്റാണ്. അതുകൊണ്ടേ മാത്രമേ അവർ ഹോസ്പിറ്റലിൽ നിന്ന് കുട്ടീനെ തന്നു വിടത്തുള്ളൂ. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ട ഒരു കാര്യമാണ്. പിന്നെ ഹോസ്പിറ്റൽ ബാഗിലെ അത്യാവശ്യം ഇവൻ്റെ ഡ്രസ്സും കാര്യങ്ങളും എല്ലാം നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. അടുത്തതെന്ന് പറയുന്നത് മെറ്റേണിറ്റി ആൻഡ് പെറ്റേണിറ്റി ലീവ്. ഇവിടെ UK നമ്മളുടെ നാട്ടിലെ പോലെയല്ല, പല ജോലി സ്ഥലത്തും മെറ്റേണിറ്റി ലീവും പെറ്റേണിറ്റി ലീവും ഓഫർ ചെയ്യുന്നുണ്ട്. അത് അവരുടെ ജോലിയുടെ പോളിസീസ് അനുസരിച്ച് ഡിപ്പെൻസ് ആയിരിക്കും. ഇപ്പം NHS-ലാണെങ്കിൽ ഇപ്പം 10 മാസം വരെയും പേയ്മെന്റ് കൂടുതലായിരിക്കാം. ഇപ്പം പ്രൈവറ്റ് ജോലിയുള്ളവർക്കാണെങ്കിൽ അതനുസരിച്ച് ഓരോ മാസം കൂടുന്തോറും കുറഞ്ഞുകൊണ്ടിരിക്കാം. പക്ഷേ ഞാൻ വർക്ക് ചെയ്യുന്നിടത്ത് 2 ആഴ്ചയായിരുന്നു പെറ്റേണിറ്റി ലീവ്. അതായത് പെറ്റേണിറ്റി ലീവ് എന്ന് പറയുന്നത് ഈ പറയുന്ന പ്രഗ്നൻ്റ് ആയിട്ടുള്ള വൈഫിന് അല്ലെങ്കിൽ പാർട്ട്ണറുടെ കൂടെ നിൽക്കുന്ന ആൾക്ക് കിട്ടുന്നതാണ് പെറ്റേണിറ്റി ലീവ്. അതായത് അയാളുടെ പാർട്ട്ണർക്ക് കിട്ടുന്നത്. അത് മെയിൽ ആവാം, ഫീമെയിൽ ആവാം, എന്തോ ആയിക്കോട്ടെ. പക്ഷെ ആ ആൾക്ക് കിട്ടുന്നതാണ് പെറ്റേണിറ്റി ലീവ്. അപ്പം 2 ആഴ്ച ഫുൾ പേയ്മെൻറ്റോടെയാണ് പെറ്റേണിറ്റി ലീവ് കിട്ടിയത്. അതിന് വേണ്ടുന്ന പ്രൊസീജിയേഴ്സ് അതെങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത്, അതേപോലെ മെറ്റേണിറ്റി ലീവ് ഇവിടെ 1 കൊല്ലം വരെയാണ് മെറ്റേണിറ്റി ലീവ് കിട്ടുന്നത്. എന്നാൽ ഓരോ മാസം കൂടുന്തോറും അതിന്റെ പേയ്മെന്റിന് വ്യത്യാസം ഉണ്ടാവും. മെറ്റേണിറ്റി ലീവിന് അപ്ലൈ ചെയ്യുന്നത് 6 മന്തിലെ മിഡ് വൈഫിന്റെ അപ്പോയിന്റ്മെന്റിൽ നമുക്ക് MAT-B എന്ന് പറയുന്ന ഒരു സർട്ടിഫിക്കറ്റ് തരും. ആ സർട്ടിഫിക്കറ്റ് കൊണ്ടാണ് നമ്മൾ മെറ്റേണിറ്റി ലീവിനും പെറ്റേണിറ്റി ലീവിനും അപ്ലൈ ചെയ്യേണ്ടത്. ഈ സർട്ടിഫിക്കറ്റ് കൊണ്ടുപോയി നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് കൊടുത്തു കഴിഞ്ഞാൽ, ഹസ്ബൻഡ് വർക്ക് ചെയ്യുന്നിടത്തും മദർ വർക്ക് ചെയ്യുന്നിടത്തും കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അവര് ലീവ് സാങ്ഷൻ ആക്കി തരും. നമ്മുടെ ഡ്യൂ ഡേറ്റ് ഇട്ട് നമ്മളത് കൊടുക്കുവാണ്. അപ്പം കുട്ടി ജനിക്കുമ്പോൾ തൊട്ട് 2 ആഴ്ചത്തേക്ക് ഫാദറിന് ലീവ് ഉണ്ടായിരിക്കും, അമ്മയ്ക്ക് 1 വർഷം വരെ ലീവ് ഉണ്ടായിരിക്കും. ഫസ്റ്റ് 9 മന്ത്സ് പേയ്മെന്റ് ഉണ്ടായിരിക്കും, ലാസ്റ്റ് 3 മന്ത്സ് പേയ്മെന്റ് ഒന്നും ഉണ്ടാകത്തില്ല. അത് ഡിപ്പെൻസ് ഓൺ കമ്പനിയാണ്. ഇപ്പം പെറ്റേണിറ്റി ലീവ് 2 ആഴ്ച ഫുൾ പേയ്മെന്റ് കിട്ടണമെന്ന് പറഞ്ഞാൽ ആ കമ്പനിയുടെ പോളിസിയും ഡിപ്പെൻഡ് ആണ്. ചിലപ്പം പെറ്റേണിറ്റി ലീവ് ബേസിക് പേ ആയിരിക്കും കിട്ടുന്നത്, അല്ലെങ്കിൽ ചിലപ്പം അവരുടെ പെർസെൻറ്റേജ് ആയിരിക്കും കിട്ടുന്നത്. അതെല്ലാം ഡിപ്പെൻസ് ആണ്. ഇന്നത് കിട്ടണമെന്ന് ഒരു റൂളും ഉണ്ടെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ എനിക്ക് ഫുള്ള് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് 9 മന്ത്സ് എന്ന് പറഞ്ഞാൽ മദറിന് കിട്ടുന്നത്, മെറ്റേണിറ്റി ലീവിൽ കിട്ടുന്നത് ആദ്യത്തെ ഒരു 6 ആഴ്ച ഫുൾ പേയ്മെന്റ് ഉണ്ടായിരിക്കും. നമ്മൾക്ക് അത്രയും നാളും കിട്ടിക്കൊണ്ടിരുന്ന സാലറി അത്രയും തന്നെ വരും. അത് കഴിയുമ്പോഴത്തേനും അത് പകുതിയാവും. അപ്പോൾ ഓരോ മാസം കഴിയുന്തോറും അതിൻ്റെ ഇത്ര ശതമാനം വെച്ച് കുറഞ്ഞ് 9 മന്ത് ആകുമ്പോഴത്തേനും നല്ലപോലെ പൈസ കുറവായിരിക്കും. അപ്പോൾ ലാസ്റ്റ് 3 മന്ത്സ് പേയ്മെന്റ് ഒന്നും ഉണ്ടായിരിക്കില്ല. അപ്പോൾ വേണ്ടവർക്ക് ഈ മെറ്റേണിറ്റി ലീവ് കഴിഞ്ഞ് ആ ലാസ്റ്റ് 3 മന്ത്സിന് മുമ്പ് ജോയിൻ ചെയ്യണമെങ്കിൽ ജോയിൻ ചെയ്യാം. ഇനി അതല്ല 12 മാസവും ലീവ് എടുത്ത് കുട്ടിയുടെ കൂടി ഇരിക്കണം എന്ന് ആഗ്രഹമുള്ളവർക്ക് അങ്ങനെ ഇരിക്കാം. ലാസ്റ്റ് 3 മന്ത്സ് പേയ്മെന്റ് ഇല്ല എന്നുള്ളൊരു കുഴപ്പം മാത്രമേ ഉണ്ടാവുള്ളൂ. അല്ലാതെ വേറെ പ്രശ്നമൊന്നുമില്ല. നേരത്തെ ജോയിൻ ചെയ്യണമെന്ന് അങ്ങനെയൊന്നുമില്ല. ഫുൾ 12 മാസവും നമുക്ക് മെറ്റേണിറ്റി ലീവിലായിട്ട് ഇരിക്കാവുന്നതാണ്. അപ്പം ഇതിലൊരു ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, മെറ്റേണിറ്റി ലീവിൻ്റെ ടൈമിൽ നമുക്ക് പൈസ കുറഞ്ഞു വരുന്നതുകൊണ്ട് നമുക്ക് എക്സ്പെൻസ് മീറ്റ് ചെയ്യാനായിട്ട് പൈസ കയ്യിൽ ഉണ്ടാകത്തില്ല. അപ്പം മെയിനായിട്ട് ഇപ്പം എൻ്റെ ഒരു കേസിൽ ഞാൻ ഒരു 5,000 പൗണ്ട്സ് മെറ്റേണിറ്റി ലീവിലേക്ക് കയറിയപ്പം ഞാനൊരു ബാക്കപ്പ് ആയിട്ട് എൻ്റെ അക്കൗണ്ടിൽ പിടിച്ചിട്ടിരുന്നു. അത് പ്ലസ് ആണ് എൻ്റെ മെറ്റേണിറ്റി പേ കിട്ടിക്കൊണ്ടിരുന്നത്.
അറ്റ്ലീസ്റ്റ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ അറ്റ്ലീസ്റ്റ് ഒരു 5,000 pounds എങ്കിലും മദർ ബാക്കപ്പ് ഉണ്ടായിരിക്കണം മെറ്റേണിറ്റി ലീവിലേക്ക് കയറുമ്പോൾ, ഹസ്ബൻഡ് ഉള്ള ആളാണെങ്കിൽ. ഇനി അതല്ല സിംഗിൾ മംസിന്റെ കേസിലാണെങ്കിൽ 10,000 pounds എങ്കിലും മിനിമം ബേസിക് ആയിട്ട് ബാക്കപ്പ് ആയിട്ട് അക്കൗണ്ടിൽ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം. നമുക്കൊരു 8-9 മാസം വലിയ ടൈറ്റ് ഇല്ലാതെ പോകണമെങ്കിൽ അത്രയെങ്കിലും പൈസ നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ നമുക്കത് ബുദ്ധിമുട്ടായിരിക്കും. അടുത്തതായിട്ടുള്ളത് ഹോസ്പിറ്റൽ എക്സ്പീരിയൻസ് ആണ്. അതായത് നമ്മൾ ഈ പറയുന്ന കണക്ക് സ്കാനിങ് എല്ലാം കഴിഞ്ഞ് ഒരു 9 മാസമൊക്കെ കഴിയുമ്പോൾ ചിലവർക്ക് വാട്ടർ ബ്രേക്ക് ഉണ്ടായിട്ട് അഡ്മിറ്റ് ആവുന്നതും, ചിലവർക്ക് ഡേറ്റ് പറഞ്ഞ് അതിൻ്റെ 2-3 ദിവസം ചെന്ന് പെയിൻ ഇൻഡ്യൂസ് ചെയ്തിട്ട് അങ്ങനെ ഡെലിവറി അല്ലെങ്കിൽ സി സെക്ഷൻ എന്തോ ആയിക്കോട്ടെ. അപ്പോൾ ഞങ്ങൾക്കുണ്ടായ എക്സ്പീരിയൻസ് എങ്ങനെയാണ്, അത് നല്ലതായിരുന്നോ മോശമായിരുന്നോ, അതേ കണക്ക് നാട്ടിലെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എങ്ങനെ ആയിരിക്കും എന്നൊക്കെയുള്ള ഒരു രീതിയിലാണ് പറയുന്നത്. നമ്മുടെ കേസിൽ പെയിൻ ഇൻഡ്യൂസ് ചെയ്തിട്ടുള്ള ഇതായിരുന്നു. അപ്പം ഡ്യൂ ഡേറ്റിന് 2 ദിവസം മുന്നേ അഡ്മിറ്റ് ആവാൻ പറഞ്ഞു. അങ്ങനെ അഡ്മിറ്റായി പിന്നീട് അത് കുറച്ച് ബുദ്ധിമുട്ടിലേക്ക് വന്ന കാരണം കൊണ്ട് എമർജൻസി സി സെക്ഷനിലേക്ക് മാറുകയാണ് ചെയ്തത്. അപ്പം നോർമലായിട്ട് വാട്ടർ ബ്രേക്ക് ആവുന്നവരെ ഞാൻ കേട്ടിട്ടുണ്ട്, ചെന്നാലും തിരിച്ചു വിടും, കുറച്ച് മണിക്കൂർ കഴിഞ്ഞ് വന്നാൽ മതി എന്ന് പറഞ്ഞാൽ തിരിച്ചു വിടുമെന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. നമുക്ക് അതിനെക്കുറിച്ച് അത്ര ഐഡിയ ഇല്ല. പക്ഷെ ഹോസ്പിറ്റലിൽ എന്നെ സംബന്ധിച്ച് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ആകെപ്പാട് ഒരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് കുഞ്ഞുണ്ടാകുന്ന അന്ന് വൈകിട്ട് നമ്മുടെ കൂടെ ഒരു ബൈറ്റ് സ്റ്റാൻഡറും ഉണ്ടാവത്തില്ല. നമ്മുടെ ഹസ്ബൻഡോ വീട്ടിൽ നിന്നുള്ള വേറെ ആരും നിൽക്കാനായിട്ട് അവർ അനുവദിക്കത്തില്ല. വൈകിട്ടാകുമ്പോഴത്തേനും ഒരു വീട്ടിൽ പോരേണ്ടി വരും. അതെ, ഇവരുടെ കേസ് എന്ന് പറയുന്നത് ഇപ്പൊ രാത്രി തലേന്ന് പെയിൻ ഇൻഡ്യൂസ് ചെയ്തു. സോ അതിനുശേഷം രാത്രിയൊക്കെ ഒരു 10-11 മണിയായപ്പോൾ ഇവർ പറഞ്ഞു കൂടെ നിൽക്കുന്ന, അതായത് എനിക്ക് വീട്ടിൽ പോവാം, ഇനി ഡെലിവറി അല്ലെങ്കിൽ സി സെക്ഷൻ എന്തോ ആയിക്കോട്ടെ, ആ സമയത്ത് തിയേറ്ററിലോട്ട് അല്ലെങ്കിൽ ലേബർ റൂമിലോട്ട് കയറ്റുമ്പോൾ വിളിക്കാം, അപ്പോഴേക്കും വന്നാൽ മതി. അപ്പം വരുമ്പോഴേക്കും എന്താണ്, നമ്മൾ നേരത്തെ പാക്ക് ചെയ്തിരിക്കുന്ന ആ ബാഗുമായിട്ട് വരണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഞാൻ എന്ത് ചെയ്യാനാ, രാത്രി 11 മണിയായപ്പം വീട്ടിൽ വന്നു. പിന്നെ വീട്ടിൽ ഒരു കുറച്ച് നേരം കിടന്നുറങ്ങി ഒരു 3-4 മണിയൊക്കെ ആയപ്പോഴേക്കും എനിക്ക് ഹോസ്പിറ്റലിൽ നിന്ന് നേഴ്സിൻ്റെ കോള് വന്നു. ഓക്കെ, ഇന്നതുപോലെയാണ്, ഇങ്ങോട്ട് ബാഗുമായിട്ട് പാക്ക് ചെയ്ത് വരാൻ പറഞ്ഞു. അങ്ങനെ ആ ഒരു 4 മണിയൊക്കെ ആയപ്പോഴേക്കും ഞാൻ ബാഗുമായിട്ട് പാക്ക് ചെയ്തു. ഞാൻ അവിടെ ചെന്നു. അപ്പോഴാണ് അവർ കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് പെട്ടെന്ന് പറഞ്ഞു സി സെക്ഷൻ വേണമെന്ന് പറഞ്ഞു. ഓക്കെ, അതിന് ഓക്കെയാണ്. എന്നിട്ട് നാട്ടിലേക്കാൾ ഏറ്റവും വലിയ പ്രത്യേകത, നാട്ടിൽ ഇപ്പോഴും അങ്ങനെ ഒരു കസ്റ്റം ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല, ലേബർ റൂമിൽ പോലും സാധാരണ പാർട്ട്നേഴ്സിനെ കയറ്റാറില്ല. പക്ഷേ ഓപ്പറേഷൻ തിയേറ്റർ ആയിട്ട് പോലും അവരെൻ്റെ ഇവിടെ ഒരു ബ്ലൂ കളർ ഡ്രസ്സ് തന്നു. അത് വിയർ ചെയ്തിട്ട് ഓപ്പറേഷൻ തിയേറ്ററിൽ സി സെക്ഷൻ്റെ കൂടെ ഞാൻ ആളുടെ കൂടെ കയറി. ആള് ഇത് കണക്ക് അനസ്തേഷ്യ ഉണ്ടെങ്കിൽ പോലും കോൺഷ്യസ് ആയിട്ടായിരുന്നു ഇരുന്നത്. അതിനുശേഷം എന്താണ് ഈ പറയുന്ന കണക്ക് കൊച്ചിനെ എടുത്തു. പിന്നെ പുക്കിൾക്കോട് കട്ട് ചെയ്യുന്ന വീഡിയോ എടുക്കണോ എന്നെല്ലാം ചോദിച്ചു. ആ വീഡിയോ ഞാൻ എടുപ്പിച്ചു, ഞാനാണ് കട്ട് ചെയ്തത്. എന്നിട്ട് കൊച്ചിനെ തുടച്ച് കഴിഞ്ഞിട്ട് എൻ്റെ തന്നെ കൊണ്ട് തന്നു. അതെല്ലാം എന്താ ഈ പറയുന്ന കണക്ക് ലൈഫിൽ ഒരിക്കൽ കിട്ടുന്ന കണക്കുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പം ഒരു പക്ഷേ ഞാൻ നാട്ടിലായിരുന്നെങ്കിൽ ഇങ്ങനെ ഓപ്പറേഷൻ തിയേറ്ററിൽ എന്നെ കയറ്റുമെന്ന് പോലും എനിക്ക് അറിയത്തില്ല. മേ ബി കയറ്റാമായിരിക്കാം. പക്ഷേ ഈ പറയുന്ന കണക്ക് ഞാൻ ഇവിടെ 5 പൈസ പോലും മുടക്കാതെ ഇവിടെ ഒരു ഗവൺമെൻറ്റിൻ്റെ, അതെ ഇംഗ്ലണ്ടിൻ്റെ ഗവൺമെൻറ് ഹോസ്പിറ്റലിലാണ് ഞാൻ പോയത്. അപ്പോൾ എനിക്ക് ഇത്രയും നല്ലൊരു എക്സ്പീരിയൻസ്, എന്നെ സംബന്ധിച്ച് അടിപൊളിയായിട്ടുള്ള ഒരു എക്സ്പീരിയൻസും അതേ കണക്ക് നല്ല ഫെസിലിറ്റിയും എല്ലാം ചേർന്നും കൊണ്ട് നല്ലതായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയത്. ഇനിയിപ്പം ബാക്കി എന്താ ഈ പറയുന്ന കണക്ക് ചില ആൾക്കാർക്ക് നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പം അവരുടെ പേരൻസ് അല്ലെങ്കിൽ അവരൊന്നും ഇവിടെ ഇല്ലാത്തവർ ഇപ്പം എന്ത് ചെയ്യും, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് മാനേജ് ചെയ്യാൻ പറ്റത്തില്ലേ. പിന്നെ അതേ കണക്ക് ബോഡി വീക്കായിട്ടുള്ളവർക്ക്, ചിലപ്പം കൂടുതൽ ബ്ലീഡിങ് ഉള്ളവർക്കും ഒക്കെ ഇവിടെ മാനേജ് ചെയ്യാൻ പറ്റുന്നതാണോ, അല്ലെങ്കിൽ പെട്ടെന്ന് എമർജൻസി ഒക്കെ കറക്റ്റിന് കിട്ടുമോ എന്നൊക്കെ ഒരു ഡൗട്ട്ഫുൾ ആയിട്ടുള്ളവരുണ്ട്. അങ്ങനെയുള്ളവരാണെങ്കിൽ മാക്സിമം ഇവിടുന്ന് നാട്ടിൽ പോയി എന്താന്ന് വെച്ചാൽ ചെയ്യുക. അപ്പം നാട്ടിലാണെങ്കിൽ ഹെൽപ്പ് ചെയ്യാനായിട്ട് പേരൻസ് ഉണ്ട്, വീട്ടുകാരുണ്ട്, റിലേറ്റീവ്സ് ഉണ്ട്, എല്ലാവരും ഉണ്ട്. പക്ഷേ ഇവിടെ അങ്ങനെ അത്രത്തോളം ആ ഒരു കാര്യങ്ങൾ കുറവാണെങ്കിൽ പോലും പൈസ മുടക്കാതെ ഈ പറയുന്ന കണക്ക് നമുക്ക് ഒട്ടും ഒരു പൈസയും കൊടുക്കാതെ തന്നെ നമുക്കിങ്ങനെ ഒരു അടിപൊളി എക്സ്പീരിയൻസ് ഇവിടുന്ന് തന്നെ കിട്ടി. നമ്മൾ ഇത്രേ ഉള്ളൂ പ്രഗ്നൻസി, അല്ലെങ്കിൽ ഇത്രേ ഉള്ളൂ ഒരു കൊച്ചിനെ ജനിക്കുക എന്ന് പറയുന്നത് ആയിട്ട് തോന്നിപ്പോകുന്ന ഒരു രീതിയാണ് ഇവിടെ എനിക്ക്
പേഴ്സണലി തോന്നിയിട്ടുള്ളത്. ആകെ ഒരു ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞുണ്ടായി അന്ന് വൈകിട്ട് ആരെയും നമ്മുടെ കൂടെ നിർത്തില്ല. അത് മാത്രം ഒരു ബാഡ് എക്സ്പീരിയൻസ് ആയിട്ട് എനിക്ക് തോന്നി. കാരണം നമ്മൾ അന്ന് ഇപ്പോൾ സി സെക്ഷനൊക്കെ ആണെങ്കിൽ അന്ന് വൈകിട്ട് നമ്മളെ നടത്തിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുഞ്ഞും നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ അന്ന് കൂടെ വൈകിട്ട്. അപ്പം നമുക്ക് കൊച്ചിനെ എടുക്കാനും ആരും ഹെൽപ്പിനൊന്നും ആളില്ലാത്ത കാരണം കൊണ്ട് അത് നമുക്കൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നും. അപ്പോൾ പിറ്റേ ദിവസം തന്നെ നമ്മളെ ഡിസ്ചാർജ് ചെയ്യുകയും ചെയ്യും. വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസം തന്നെ ഡിസ്ചാർജ് ചെയ്യും. കൂടുതൽ ദിവസം ഇവിടെ കടത്തത്തില്ല. അപ്പം അല്ലാത്ത വെച്ച് നോക്കുമ്പോൾ ഹോസ്പിറ്റൽ എക്സ്പീരിയൻസ് ഞങ്ങൾക്ക് നല്ലതായിരുന്നു. ഞങ്ങൾക്ക് ബാഡായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടില്ല. അവർ നല്ല കെയറിങ്ങും കാര്യങ്ങളും ഒക്കെ തന്നിട്ടുണ്ട്. ഇത് ഞങ്ങളുടെ മാത്രം പേഴ്സണൽ കാര്യമാണ്. ഇപ്പം മേ ബി ബാക്കിയുള്ളവർക്ക് മോശം എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുള്ളവരുണ്ടായിരിക്കും. അത് നമുക്കറിയാമല്ലോ. എല്ലായിടവും ആൾക്കാർ അല്ലെങ്കിൽ ദിവസം അല്ലെങ്കിൽ അവിടെ ജോലി ചെയ്യുന്ന നേഴ്സ്, ഡോക്ടർ, ഇതെല്ലാം ഒരു ഫാക്ടറാണ് ഓഫ് കോഴ്സ്. അപ്പം ഞങ്ങൾക്ക് എന്തായാലും അടിപൊളി തന്നെയായിരുന്നു. പിന്നെ എനിക്ക് അമ്മ കൂടെ ഉണ്ടായിരുന്നു. സോ ഞങ്ങൾക്ക് അത്രത്തോളം ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. ഇപ്പം 3 പേര് ഉള്ളത് തന്നെയാണ് 2 പേരുള്ളതിനേക്കാൾ ഏറ്റവും കൂടുതൽ ബെറ്റർ. സോ അമ്മ ഉണ്ടായിരുന്നുകൊണ്ട് കുറച്ചുകൂടെ ഈ പറയുന്ന കണക്ക് ഫുഡിനൊന്നും വലിയ കുഴപ്പമുണ്ടായിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ തന്നെയാണ് നന്നായിട്ട് തോന്നിയത്. നാട്ടിലേക്കാൾ ഒരുപക്ഷെ ഇവിടെ തന്നെയാണ് ഞങ്ങൾ ഇനി ഉണ്ടാവുകയാണെങ്കിൽ പ്രിഫർ ചെയ്യുന്നതും ഇംഗ്ലണ്ട് തന്നെ ആയിരിക്കും. എപ്പോഴും ഒരാള് ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും തോന്നുന്നു. നാട്ടിൽ നിന്ന് പേരൻസ് ആരെങ്കിലും ഒരാളെങ്കിലും വരുവാന്നുണ്ടെങ്കിൽ നമുക്ക് ഉപകാരമായിരിക്കും അത്. ഇപ്പം അത് കഴിഞ്ഞുള്ള ക്ഷീണമൊക്കെ ആണെങ്കിലും അമ്മ ഉറങ്ങിപ്പോകാൻ, മെയിൻലി ഫുഡ് ഉണ്ടാക്കാൻ ആളുണ്ടെങ്കിൽ അടിപൊളിയാണ്. അതായത് ബാക്കിയുള്ള എന്തോ ആയിക്കോട്ടെ. ഇപ്പം നമ്മൾ കടയിൽ നിന്ന് ഫുഡ് മേടിക്കാവുന്നതിനൊക്കെ ഒരു പരിധി ഉണ്ടല്ലോ. ഇപ്പം അല്ലാതെ വീട്ടിൽ ഫുഡ് ഉണ്ടാക്കി തരാനായിട്ട് ഒരാൾ എന്നുള്ള രീതിയിൽ തന്നെ ആരുണ്ടെങ്കിലും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നൈസാണ് കേട്ടോ. പിന്നെ അമ്മയ്ക്ക് ഒന്ന് ഉറങ്ങാനൊക്കെ ആണെങ്കിലും പറ്റും. കൊച്ചിനെ ഒന്ന് കൊടുത്തിട്ട് നമുക്ക് റിലാക്സ് ചെയ്യാനുള്ള ഒരു ചാൻസ് കൂടെ കിട്ടും വീട്ടിൽ നിന്നൊക്കെ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ. അതുകൊണ്ടിട്ട് കൊണ്ടുവരാൻ പറ്റുന്നവർ കൊണ്ടുവരുമായിരിക്കും ഏറ്റവും നല്ലതെന്ന് തോന്നുന്നു. അങ്ങനെ അല്ലാതെ മാനേജ് ചെയ്യുന്നവർ ഒരുപാട് പേര് കൂടി ഉണ്ട് കേട്ടോ. ഹസ്ബൻഡ് ആൻഡ് വൈഫ് തന്നെ മാനേജ് ചെയ്യുന്നവരുണ്ട്. അതൊരു പ്രശ്നമുള്ള കാര്യമല്ല. 2 പേർക്കും മാനേജ് ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യാവുന്നതാണ്. അടുത്തതെന്ന് പറയുന്നത് ആഫ്റ്റർ ബർത്ത് കെയർ. അതായത് നമ്മളിപ്പം ഇവിടെ ഞങ്ങൾ സി സെക്ഷൻ ആണെന്ന് പറഞ്ഞു. അപ്പം നാട്ടിൽ ഒരു സി സെക്ഷൻ കഴിഞ്ഞാൽ മാക്സിമം ഒരു 12 അല്ലെങ്കിൽ ഒരു 13 ദിവസമൊക്കെ ചിലപ്പോൾ ഹോസ്പിറ്റലിൽ കിടക്കുമായിരിക്കും. അല്ലെങ്കിൽ മിനിമം ഒരാഴ്ചയെങ്കിലും അവർ കിടന്നിരിക്കും. സോ പക്ഷെ ഇവിടെ ഞങ്ങളുടെ കാര്യത്തിൽ അത്രത്തോളം കുഴപ്പമില്ലാത്തത് കൊണ്ട് തന്നെ പിറ്റേന്ന് ഞങ്ങൾ വീട്ടിൽ പറഞ്ഞയച്ചു. അതിനുശേഷം ഈ പറയുന്ന കണക്ക് നമ്മളുടെ വീടിൻ്റെ സാഹചര്യം എങ്ങനെ, കൊച്ച് ഓക്കെ ആണോ, കൊച്ചിൻ്റെ വെയിറ്റ് ഇളക്കാൻ അല്ലെങ്കിൽ കൊച്ച് എവിടെയാണ് കിടക്കുന്നത് എന്ന് വരെ അറിയാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ്റിൻ്റെ കെയർ ഓഫിൽ NHS നിന്ന് കൗൺസിലിൽ നിന്നൊക്കെ കുറേ ആൾക്കാർ ഇവിടെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. മീൻസ് പല സമയത്തായിട്ട് സോഷ്യൽ കെയർസ് ഒക്കെ ആയിട്ടുള്ള ആൾക്കാർ. അപ്പം അതിനെക്കുറിച്ചും പിന്നെ ആഫ്റ്റർ ബർത്തിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. ആഫ്റ്റർ ബർത്ത് നല്ലൊരു കെയർ ഇവിടെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. സോഷ്യൽ വർക്കറിൻ്റെ എനിക്ക് തോന്നുന്നു ഒരു 4-5 തവണ സോഷ്യൽ വർക്കർ നമ്മുടെ വീട്ടിൽ വന്നിട്ടുണ്ട്. ബേബിക്ക് എങ്ങനെയുണ്ട്, ബേബിയുടെ വെയിറ്റ് കറക്റ്റായിട്ട് അത് മോണിറ്റർ ചെയ്യാൻ, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഓക്കെ ആണോ, വീട്ടിലെ സാഹചര്യം ഓക്കെ ആണോ, അമ്മ ഓക്കെ ആണോ. ഫസ്റ്റ് നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യം അതാണ്. നീ ഓക്കെ ആണോ എന്നുള്ളതാണ് ആദ്യം. എന്നോടാണ് ആദ്യം ഒരു ചോദ്യം ചോദിക്കുന്നത്. അത് കഴിഞ്ഞിട്ടേ ബേബിയുടെ കാര്യം അവർ തിരക്കത്തുള്ളൂ. അപ്പം അമ്മയുടെ കാര്യവും കൊച്ചിൻ്റെ കാര്യവും വീട്ടിലെ സാഹചര്യവും കുട്ടി എവിടെ കടക്കുന്നു, ബ്രസ്റ്റ് ഫീഡിങ് എങ്ങനെയുണ്ട്, സപ്പോർട്ടീവാണോ, ഹസ്ബൻഡ് സപ്പോർട്ടീവാണോ, ഉറങ്ങാൻ പറ്റുന്നുണ്ടോ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അവർ തിരക്കും. കുട്ടിക്ക് വേണ്ട കാര്യങ്ങൾ പറഞ്ഞു തരും. നമുക്ക് ഇപ്പം എന്തെങ്കിലും ഗ്യാസ്ട്രിക് ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിനുള്ള മരുന്ന് അവർ തരും. പറഞ്ഞു കഴിഞ്ഞാൽ അവർ പ്രിഫർ ചെയ്ത് തരും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ചെയ്യാനായിട്ട് അവർ സോഷ്യൽ വർക്കർ വരും. അപ്പോൾ സോഷ്യൽ വർക്കർ വരുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ടതായ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. കുട്ടികളെ നമ്മൾ ചുമ്മാ ഇങ്ങനെ കട്ടിലിൽ കടത്തുവോ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. കുട്ടിക്ക് കിടക്കാൻ തന്നെയുള്ളൊരു തൊട്ടിലുണ്ട്. തൊട്ടിൽ പോലത്തെ ഒരു സംഭവമുണ്ട്. നെക്സ്റ്റ് ടു മീ ക്രിബ് എന്ന് പറയുന്നൊരു സാധനമുണ്ട്. അതിൽ കുട്ടീനെ കടത്തേണ്ടത്. അപ്പം അങ്ങനെ അല്ലാതെ അമ്മയുടെ കൂടെ അല്ല കൊച്ചിനെ കടത്തേണ്ടത്. ആദ്യത്തെ 6 മാസം വരെ അമ്മയുടെ കൂടെ കുട്ടീനെ ഉറക്കരുതെന്നുള്ളതാണ്. അത് അവരോട് ഇടയ്ക്ക് നമ്മൾ അങ്ങനെ കടത്തുന്നുണ്ടെങ്കിൽ പോലും നമ്മൾ അവരോട് അത് പറയാൻ പാടില്ല. കുട്ടീനെ സെപ്പറേറ്റേ കടത്താൻ ഇവിടെ അങ്ങനെ ചെയ്യാൻ പാടുള്ളൂ. അല്ലെങ്കിൽ അത് അപകടമാണെന്നാണ് പറയുന്നത്. അപ്പോൾ അവരത് പ്രത്യേകം ചോദിക്കും, കുട്ടി എവിടെയാണ് കിടക്കുന്നത്, അമ്മയുടെ കൂടെയാണോ കിടക്കുന്നത്. അപ്പം പിന്നെ ബ്രസ്റ്റ് ഫീഡിങ് ഒക്കെ ആണെങ്കിലും നമുക്ക് ഭയങ്കര വേദനയാണ്. നമുക്കത് നിപ്പിൾ ക്രാക്കൊക്കെ വന്ന് ഭയങ്കര ബുദ്ധിമുട്ടാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് അവർ സ്റ്റോപ്പ് ചെയ്യാനുള്ള നിർദ്ദേശം അവർ തരും. കാരണം അമ്മ ഓക്കെ ആകണം എന്നുള്ളതാണ് അവരുടെ ഫസ്റ്റ് പ്രിഫറൻസ്. കുട്ടിയുടെ അമ്മ ഓക്കെ ആണെങ്കിൽ മാത്രമേ ഇതെല്ലാം ചെയ്യാവുള്ളൂ. അല്ലെങ്കിൽ പറ്റില്ല. അമ്മയ്ക്ക് ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ അവരത് ബ്രസ്റ്റ് ഫീഡിങ് സ്റ്റോപ്പ് ചെയ്യാനേ നിർദ്ദേശിക്കണം. എന്നിട്ട് ഫോർമുല മിൽക്കിലേക്ക് അവർ സജസ്റ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് ആദ്യം കുറച്ച് വേദന കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും നമ്മളത് അങ്ങനെ അത്ര ബുദ്ധിമുട്ടായിട്ട് അവരോട് പറയാതിരിക്കുന്നതായിരിക്കും നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്.
പിന്നെ വീട്ടിലെ സാഹചര്യങ്ങളൊക്കെ അത്യാവശ്യം ഒരു മെനയൊക്കെ ആക്കി വെക്കുക. അവർ കറക്റ്റായിട്ട് അപ്പോയിൻമെൻറ്റ് ഡേറ്റ് പറയും, അവർ വരുന്ന സമയവും കറക്റ്റ് പറയും. ആ സമയത്തും ആ ദിവസത്തിൽ മാത്രമേ അവർ വരുള്ളൂ, അല്ലാതെ ഒന്നും അവർ വന്ന് കയറത്തില്ല. അപ്പോൾ നമുക്ക് ആ സമയത്തേക്ക് കാര്യങ്ങളൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വയ്ക്കാൻ പറ്റും. അങ്ങനെയുള്ള കാര്യങ്ങൾ കുറച്ച് ശ്രദ്ധിക്കണം. നമ്മുടെ വീടും പരിസരവും കുട്ടി കിടക്കുന്ന സ്ഥലം, അവന് വേണ്ടുന്ന ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വീട്ടിലുണ്ടോ എന്നുള്ളതൊക്കെ ഒന്ന് ഉറപ്പ് വരുത്തുക അവർ വരുമ്പോഴത്തേന്. കൂടുതലും വീട്ടിലിടുന്ന ഡ്രസ്സ് കുട്ടികൾക്ക് മേടിക്കാൻ നോക്കുക. കാരണം ആദ്യത്തെ ഒരു 6 months എന്ന് പറഞ്ഞാൽ അവർ അധികം പുറത്തേക്കൊന്നും അങ്ങനെ പോകത്തില്ല. അപ്പം വെളിയിൽ പോകുന്ന ഒരുപാട് വിലയുള്ള ഡ്രസ്സ് മേടിക്കുന്നതിനേക്കാൾ വീട്ടിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഡ്രസ്സുകൾ കൂടുതലും മേടിക്കുക. പിന്നെ കുട്ടികൾക്ക് കണ്ടമാന ഡ്രസ്സ് വാങ്ങാതിരിക്കുന്നതായിരിക്കും നല്ലത്. അവർ പെട്ടെന്ന് വളരും, പെട്ടെന്ന് പാകമല്ലാണ്ടായി പോകും. നമ്മൾ വിചാരിക്കും ഇത് അടുത്ത മാസം യൂസ് ചെയ്യാം, 3 മാസം ആകുമ്പോൾ യൂസ് ചെയ്യാം, 4 മാസം ആകുമ്പോൾ യൂസ് ചെയ്യാമെന്ന്. പക്ഷേ പെട്ടെന്ന് കുട്ടികൾ വളരും, അപ്പം അത് പാകമല്ലാണ്ടായിപ്പോൾ ഇപ്പോൾ വേസ്റ്റ് ആയിപ്പോവും. അപ്പോൾ കൂടുതലും ഒരുപാട് ഡ്രസ്സൊന്നും മേടിച്ച് അങ്ങനെ ഇതാക്കണ്ട. അവരുടെ ഓരോ മാസത്തിന് വളർച്ചയ്ക്കനുസരിച്ച് നമ്മൾ ഡ്രസ്സ് വാങ്ങിയാൽ മതി എന്നുള്ളതാണ് ഞങ്ങൾക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം. അതെ, ഈവൻ ഡയപ്പർ ആണെങ്കിൽ പോലും സൈസ് 1 ഡയപ്പർ എന്ന് പറയുന്നത് തീരെ ചെറുതാണ്. ആ ന്യൂ ബോൺ ബേബീസിന് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് സൈസ് 1. അത് തന്നെ ഒരു 2 മാസം തികച്ച് ഓടത്തില്ല. അത് കഴിഞ്ഞിട്ട് അത് മാറ്റി സൈസ് 2 എത്തുന്ന രീതിയിൽ നമ്മൾ കണ്ടമാനം ബൾക്കായിട്ട് മേടിച്ച് വെക്കാതെ ഒരു 3 പാക്കറ്റ് വെച്ചിട്ട് മേടിച്ച് ആളുടെ വെയിറ്റ് കയറുന്നതനുസരിച്ച് അതിന്റെ അളവ് നമ്മൾ മാറ്റണം. അപ്പൊ വെറുതെ വേസ്റ്റ് ആക്കി കളയാതെ നമ്മൾ അതനുസരിച്ച് മേടിച്ചാൽ മതി. അതും വളരെ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ പ്രമുഖമായ ബ്രാൻഡ് മേടിക്കുന്നതിനേക്കാളൊക്കെ നല്ല റേറ്റിൽ ടെസ്കോ അല്ലെങ്കിൽ അസ്ദ എന്നൊക്കെ വളരെ ക്വാളിറ്റിയുള്ള സാധനം വളരെ ചീപ്പായിട്ട് ഡയപ്പർ കിട്ടും നമുക്ക്. വിന്റർ സീസണിൽ ഒക്കെ ഉണ്ടാവുന്ന കൊച്ചുങ്ങളാണെങ്കിൽ ഒരു ജാക്കറ്റ് എന്തായാലും വേണം. അത് ഈ പറയുന്ന കണക്ക് ഇവിടെ കുറെ ലോ കോസ്റ്റ് സൈറ്റ് ഉണ്ട്, eBay ആണെങ്കിലും ടീമോ ആണെങ്കിലും. ഇതെന്ന് പറയുന്നത് ബ്രാൻഡഡ് മേടിച്ചില്ലെങ്കിൽ പോലും എന്താ പറയുക, ഒരൊറ്റ യൂസിന് അല്ലെങ്കിൽ എന്തായാലും ഒരു 1-2 തവണയെങ്കിലും ഹോസ്പിറ്റലിൽ കുറെ അപ്പോയിന്റ്മെന്റ്സ് ബേബിക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പം വിന്ററിലാണെങ്കിൽ ജാക്കറ്റ് മസ്റ്റായിട്ടും അല്ലെങ്കിൽ തണുക്കേണ്ട ഒരു ആവശ്യം വരും. അപ്പം തണുപ്പ് ഉണ്ടാവാതിരിക്കാനായിട്ട് 10 പൗണ്ടിനും 12 പൗണ്ടിനും ഒക്കെ ന്യൂ ബോണിന്റെ ജാക്കറ്റ് കിട്ടും. അല്ലെങ്കിൽ ഈ പറയുന്ന കണക്ക് പഫി ആയിട്ടുള്ള വിന്റർ ക്ലോത്ത്സ് കിട്ടും. അത് യൂസ് ചെയ്താൽ മതി. അടുത്തതായിട്ട് ഞാൻ പറയാൻ പോകുന്നത് ഇവനുണ്ടായി അല്ലെങ്കിൽ ഈ പറയുന്ന 1 മാസം വരെയുള്ള ടോട്ടൽ എക്സ്പെൻസ് ആണ്. പ്രഗ്നന്റ് ആണെന്ന് അറിഞ്ഞു, അങ്ങനെ അറിഞ്ഞിട്ട് ഒരു 3 മാസം ആയപ്പോഴേക്കും ഈ പറയുന്ന കണക്ക് ആദ്യത്തെ അപ്പോയിൻമെന്റ് ഞങ്ങളുടെ അടുത്തുള്ളൊരു ലോക്കൽ കമ്മ്യൂണിറ്റി ഹോസ്പിറ്റലിലായിരുന്നു. അവിടം വരെ പോകാനായിട്ടുള്ള പെട്രോൾ കാശ്, അതേ കണക്ക് പാർക്കിംഗ് ചാർജ്, ഇത് രണ്ടുമാണ് ആയിട്ടുള്ളത്. ബാക്കിയുള്ള എല്ലാ അപ്പോയിൻമെന്റും ഫ്രീ ആണ്. അത് കഴിഞ്ഞിട്ട് സ്കാനിങ്ങിന് പോകുന്നതാണെങ്കിൽ പോലും അതിനെല്ലാം ജസ്റ്റ് അവിടെയുള്ള പാർക്കിംഗ് ഫീസ് മാത്രമാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് ഡെലിവറിക്ക് പോകാനാണെങ്കിലും പാർക്കിംഗ് ഫീസാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അത് കണക്ക് എന്താണ്, നമ്മൾ ബാഗ് പാക്ക് ചെയ്തു. അപ്പം ബാഗ് പാക്ക് ചെയ്യുന്നതിൻ്റെ കാര്യങ്ങൾക്ക് എത്ര രൂപ ചിലവായി കാണുമായിരിക്കും? ക്ലോത്ത്സും ഡയപ്പേഴ്സും പിന്നെ അവരുടെ കുറച്ച് ഡ്രസ്സ് സാധനങ്ങളൊക്കെ മേടിച്ചു. മൊത്തം ഒരു ഡ്രസ്സ് സാധനങ്ങളെല്ലാം ഒരു 10 പൗണ്ടിനകത്തായിട്ടുള്ള അത്ര 100 pounds താഴെ ബാഗിൽ മൊത്തം സാധനങ്ങളായിട്ടുള്ളൂ. അതായത് ഈ പറയുന്ന കണക്ക് ഇവനെ ഇരുത്തി കുളിപ്പിക്കാനുള്ളൊരു കസാര, പിന്നെ നെക്സ്റ്റ് ടു മീ എന്ന് പറയുന്ന ഇവനെ കിടത്താനുള്ള ക്രിബ്, തൊട്ടിൽ കണക്കുള്ള സാധനമാണ്. അതിലാണ് കൊച്ചിനെ കിടത്തുന്നത്. പിന്നെ ഇവനെ കൊണ്ടുപോകാനായിട്ടുള്ളൊരു ചൈൽഡ് സീറ്റ്, ഇതെല്ലാം മാർക്കറ്റ് പ്ലേസിൽ നിന്നും അതേ കണക്ക് eBay നിന്നും ടീമിൽ നിന്നും ഒക്കെ ഞങ്ങൾ ഓർഡർ ചെയ്തതാണ്. എല്ലാം നോക്കിയിട്ടും ഈ സാധനങ്ങളെല്ലാം 100 പൗണ്ടിന് താഴെ ആയിട്ടുള്ളൂ. മനസ്സിലായില്ലേ? ബാക്കി വേറെ ഒരു എക്സ്പെൻസ്, അതായത് ഡെലിവറിക്കാണെങ്കിലും ഞങ്ങൾ അവിടെ പോകുന്നതിൻ്റെ പാർക്കിംഗ് ഫീസ്, ഇവിടെ പാർക്കിങ്ങിന് ഫീസ് കൊടുക്കാണ്ട് ആ പാർക്കിംഗ് ചാർജ് അല്ലാതെ വേറെ ഒരു പൈസയും ഞങ്ങളുടെ കയ്യിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല. എങ്ങനെ നോക്കിയാലും മാക്സിമം പോയാൽ നാട്ടിലെ ഒരു ഇപ്പോൾ 100 പൗണ്ട് താഴെ എന്ന് പറഞ്ഞാൽ പോലും 50 പൗണ്ട് 60 പൗണ്ട് ആ ഒരു രീതി. അതായത് നാട്ടിലെ ഒരു 8000 രൂപയൊക്കെ ആവുന്നുള്ളൂ എങ്ങനെ നോക്കിയാലും. 8000, അതായത് അത് മെയിനായിട്ട് ഈ പാർക്കിംഗ് ചാർജാണ് കൂടുതൽ ഉണ്ടായിട്ടുള്ളത്. അല്ലാതെ വേറെ ഒരു ചാർജും ഞങ്ങളുടെ കയ്യിൽ നിന്ന് ഉണ്ടായിട്ടുമില്ല. അത് വെച്ച് നോക്കുവാണെങ്കിൽ നാട്ടിലേക്കാളും ഫാർ ബെറ്റർ ആണ്. നാട്ടിലൊരു ഡെലിവറി എന്ന് പറയുമ്പോൾ 1.5 ലക്ഷം രൂപ വരെ ആവുമെന്നൊക്കെയാണ് ഇപ്പം പറയുന്നത്. ഇവിടുത്തെ ഏറ്റവും വലിയ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 1 രൂപ പോലും എക്സ്പെൻസ് ഇല്ല എന്നുള്ളതാണ്. അതിപ്പോൾ എത്ര കോംപ്ലിക്കേറ്റഡ് ആയിക്കോട്ടെ, എത്ര ദിവസം ആഫ്റ്റർ ബർത്ത് ഹോസ്പിറ്റലിൽ നമ്മൾ കടന്നോട്ടെ, കുട്ടീനെ വേറെ ട്രീറ്റ്മെന്റിന് കയറ്റിക്കോട്ടെ, എന്തായാലും നമുക്ക് 1 രൂപ പോലും പൈസ ചെലവില്ല. കംപ്ലീറ്റ്ലി ഫ്രീ ആണ് നമുക്കത്. UK ഡെലിവറി അല്ലെങ്കിൽ C-സെക്ഷനിലെ അല്ലെങ്കിൽ UK ഒരു കൊച്ചു ബോൺ ആവുന്നതിന് ഉണ്ടാകുന്ന ഗുണങ്ങളും ദോഷങ്ങളും, അതായത് നാടുമായിട്ടാണ് കമ്പയർ ചെയ്ത് ഞങ്ങൾ പറയുന്നത്. ഗുണങ്ങളിൽ നോക്കുവാണെങ്കിൽ 5 പൈസ ഇല്ല, ഭയങ്കര പൈസ ചിലവ് കുറവ്. നമുക്കൊരു അപ്പോയിൻമെന്റ് തരുവാണെങ്കിൽ ആ അപ്പോയിൻമെന്റിന് നമ്മൾ കറക്റ്റ് പോയി നിന്നാൽ മതി. പിന്നെ ഡോക്ടർക്ക് സെപ്പറേറ്റ് കാശ് വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കേണ്ട അവസ്ഥ വരുന്നില്ല. അങ്ങനെ കുറേ ഉണ്ട്. ദോഷമായിട്ട് എനിക്ക് തോന്നിയത് ഈ പറയുന്ന കണക്ക് ഡെലിവറി കഴിഞ്ഞിട്ട് ആ രാത്രിയിലാണെങ്കിൽ അല്ലെങ്കിൽ C-സെക്ഷൻ കഴിഞ്ഞ ആ രാത്രിയിൽ ഞങ്ങൾ അവിടെ നൈറ്റ് പാർട്ട്ണറെ കൂടെ നിർത്തിയില്ല എന്നത് മാത്രമാണ്. അതങ്ങനെ
ആർക്കെയും നിർത്തില്ല എന്നാണ് ഇവിടുത്തെ റൂള്, അതുകൊണ്ട് നിർത്തിയില്ല. പിന്നെ എനിക്ക് തോന്നുന്നു ഗുണത്തില് പിന്നെ വേറൊരു കാര്യമുണ്ട്, നമ്മളെപ്പോഴും അവർ കംഫർട്ട് ആക്കും. ഇപ്പം മദറിനെ ആണെങ്കിലും ആദ്യം മദറിന്റെ എല്ലാ കാര്യങ്ങളും അവർ അന്വേഷിക്കും. നമ്മൾ ഇവിടെ ഏത് കുട്ടി ആയിക്കോട്ടെ, അവർക്ക് എല്ലാ കുട്ടികളും ക്യൂട്ട് ആൻഡ് സ്വീറ്റ് ആണ്. നമ്മളെ ഭയങ്കര പോസിറ്റീവായിട്ട് അവർ അപ്രോച്ച് ചെയ്യത്തുള്ളൂ. ഒരിക്കലും നെഗറ്റീവായിട്ടുള്ള ഒരു സംസാരം ഒന്നും ഇവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകത്തില്ല. അത് ഏത് കുട്ടിയാണേലും അവർക്കത് സ്വീറ്റ് ആൻഡ് ക്യൂട്ടാണ്. അതെ, പിന്നെ പോലെ ഡിസ്ക്രിമിനേഷനോ അങ്ങനെ ഒന്നും നമ്മൾ ഒരിക്കലും ചിന്തിക്കേണ്ട, അങ്ങനെ ഒരിക്കലും ഉണ്ടാവത്തില്ല. നമ്മൾ അങ്ങനെയൊന്നും ഇവിടെ ഉണ്ടായ ചരിത്രം ചിലപ്പം പ്രീവിയസിൽ ഉണ്ടായിട്ടുണ്ടാവും, പക്ഷെ ഈ കാലഘട്ടത്തിൽ ഇങ്ങനെ ഒരിക്കലും ഉണ്ടാവത്തില്ല. ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് കംപ്ലൈന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം ഇവിടെ ഉണ്ട്. അതുകൊണ്ട് അതൊന്നും ആരും ഇവിടെ പേടിക്കേ വേണ്ട. പിന്നെ അതേപോലെ പിന്നെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, നാട്ടിൽ നമുക്ക് എല്ലാവർക്കും ആൾക്കാരുണ്ട്, ഇവിടെ ആൾക്കാരില്ല. ഇവിടെ നമ്മൾ മാത്രമാണ് നമ്മളുടെ കാര്യങ്ങൾ നോക്കേണ്ടത്. വീട്ടിൽ നിന്ന് അമ്മയോ അച്ഛനോ ഒക്കെ ഉണ്ട് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് കാര്യങ്ങൾ നടക്കും. അല്ലാത്തവർക്കാണ് പിന്നെ അതേ കണക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ, എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ഉണ്ടെങ്കിൽ ബുദ്ധിമുട്ടാണ് പലരും പറയുന്നത്. എനിക്കറിയത്തില്ല, ഞങ്ങൾക്ക് അങ്ങനെയുള്ള എക്സ്പീരിയൻസ് ഉണ്ടായിട്ടില്ല. കോംപ്ലിക്കേഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവരത്ര കെയർ തരില്ല എന്നൊക്കെ കേട്ടിട്ടുണ്ട്. നാട്ടിലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഒരു ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞാൽ അവർ അത്രയും കെയർ കൊടുക്കും. കുട്ടിയുടെ കാര്യത്തിൽ അവർ അത്ര ശ്രദ്ധ വയ്ക്കും. ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റും കാര്യങ്ങളും എല്ലാം ഉണ്ടാവും. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ വാട്ടർ ബ്രേക്കായി ചെന്ന് കഴിഞ്ഞാൽ അവർ തിരിച്ചൊക്കെ വിടും. നമ്മളെ ആയിട്ടില്ല, സമയമുണ്ട്, നിങ്ങൾ പോയിട്ട് വന്നാൽ മതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിടും. അങ്ങനെ കുട്ടികൾക്ക് ഇൻഫെക്ഷൻ ഒക്കെ വരുന്നതൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പം നമുക്ക് അങ്ങനെയുള്ള ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെയല്ല, നോർമൽ ഒരു രീതിയിലാണെന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെയാണ് ബെസ്റ്റ് എന്നാണ് എന്നെ സംബന്ധിച്ചും. ഇവിടെ തന്നെയാണ് ഏറ്റവും അടിപൊളി. ഈ രാജ്യം അടിപൊളിയാണ്. ഇപ്പം ബാക്കിയുള്ള കുറെ ആൾക്കാർ ഇവിടെ വന്നിരുന്നിട്ട് ഇവിടുത്തെ NHS കൊള്ളത്തില്ല, അപ്പോയിന്റ്മെന്റ് കിട്ടാൻ ഭയങ്കര പാടാണ്, അങ്ങനെയൊക്കെ പറയുന്നവരുണ്ട്. എങ്ങനെ നോക്കിയാലും എനിക്ക് ഈ രാജ്യം അടിപൊളിയാണ്. ഈ രാജ്യത്തെ ഹെൽത്ത് കെയർ സെക്ടർ ആണെങ്കിലും NHS ആണെങ്കിലും GP ആണെങ്കിലും അപ്പോയിന്റ്മെന്റ് തന്നാൽ അപ്പോയിന്റ്മെന്റ് കറക്റ്റ് പരിപാടിയെല്ലാം നടക്കും. നമ്മളുടെ എല്ലാ കാര്യങ്ങളും സ്മൂത്തായിട്ട് പോകും. ആകെപ്പാടെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വീട്ടിൽ നിന്ന് ആളെ കൊണ്ടുവരിക, ഇവിടെ നിർത്തുക, നമുക്ക് വേണ്ടുന്ന അത്രയും കാലം നിർത്തുക, എന്നിട്ട് കാര്യങ്ങളെല്ലാം നോക്കുക. അതാണ് ഏറ്റവും അടിപൊളിയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇവിടെ ഉപ്പിനെ പറ്റി എനിക്ക് ഒരു കുറ്റവും പറയില്ല, സൂപ്പറാണ്. 5 പൈസ എൻ്റെ പോക്കറ്റിൽ നിന്നും പോയിട്ടില്ല, ഞങ്ങളുടെ കയ്യിൽ നിന്ന് 5 പൈസയും പോയിട്ടില്ല. അത് തന്നെ ഏറ്റവും വലിയ കാര്യം. നാട്ടിൽ തന്നെ ലോൺ എടുത്ത് ഗർഭം നടത്തുന്ന ആൾക്കാരെ നമുക്കറിയാം, അതൊന്നും നമുക്കുണ്ടായില്ല. അടിപൊളിയായിട്ടാണ്, കിടിലമാണ് ഇവിടെ. സ്വന്തമായിട്ട് പറഞ്ഞാൽ അടിപൊളി എക്സ്പീരിയൻസ് ആണ് NHS നമുക്ക് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് ഇനിയൊരു ബേബി ഉണ്ടാവുകയാണെങ്കിലും ഇവിടെ തന്നെയാണ് ഉണ്ടാവുക. സോ ദാറ്റ്സ് ഓൾ. സോ ഇത്രയാണ് ഇന്നത്തെ സെക്ഷൻ. എന്തെങ്കിലും ഡൗട്ടുകൾ ഇപ്പൊ UK ഉള്ളവരാണെങ്കിലും UK വരാനിരിക്കുന്നവരാണെങ്കിലും അല്ലെങ്കിൽ ഇന്ത്യയിലുള്ളവരാണെങ്കിലും ആരെങ്കിലും ഹെൽപ്പ് ചെയ്യാനോ അല്ലെങ്കിൽ ഡെലിവറി സംബന്ധമായിട്ടോ C-സെക്ഷൻ സംബന്ധമായിട്ടോ അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ കാര്യങ്ങൾ ഡീൽ ചെയ്യേണ്ടതോ, പെറ്റേണിറ്റി ആപ്ലിക്കേഷൻ ചെയ്യേണ്ടതോ, ലീവ് അപ്ലൈ ചെയ്യേണ്ടതോ, എന്തായിക്കോട്ടെ നിങ്ങൾക്ക് മെസ്സേജ് ഇടാം, കമന്റ് ചെയ്യാം. സോ നെക്സ്റ്റ് ടൈം, സീ യു, ബൈ.